ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MSEC ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചുമയ്ക്കും കഫക്കെട്ടിനും നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഒരു മരുന്നിനെ പറ്റിയാണ്. നമുക്ക് ഭക്ഷണ രൂപത്തിൽ കഴിക്കാൻ പറ്റിയ, അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ജലദോഷമൊക്കെ പിടിച്ചിട്ട് കഫക്കെട്ടും നല്ല ചുമയ്ക്കുമ്പോൾ ഉണ്ടാവും, നെഞ്ഞ് വരെ വേദനയാവും, കഫം നല്ലോണം തൊണ്ടയിൽ നിന്നൊക്കെ പോകാൻ പറ്റിയൊരു മരുന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. അതിനായിട്ട് വേണ്ടത് കോഴിമുട്ട, ചുവന്നുള്ളി, ജീരകം, കുരുമുളക്. ആദ്യം നമുക്ക് ഈ കുരുമുളകും നല്ല ജീരകവും ഒന്ന് ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ നല്ല ജീരകം മതി. കുരുമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക, കാരണം കുരുമുളകൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം. ചുവന്നുള്ളി ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഒരുപാട് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ചുവന്നുള്ളിയൊക്കെ. പ്രോട്ടീനും വിറ്റാമിനുകളും സൾഫറും ഒക്കെ അടങ്ങിയത് തന്നെയാണിത്. ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഒരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഇനി ബാക്കിയുള്ള 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു 2 മുട്ട വെച്ച് ചെയ്താൽ മതി, ഒരാൾക്ക് അത്ര മതിയാവും. ഞാനൊരു 3 മുട്ട കൊണ്ടാണ് ചെയ്തത്. നല്ല ഒരു ടേസ്റ്റുള്ളൊരു സാധനം തന്നെ, നമുക്ക് കഴിക്കാനും പിന്നെ നല്ല ചുമക്ക് തന്നെ നല്ല തൊണ്ടയിൽ നിന്ന് ഇങ്ങോട്ട് നല്ലോണം ഒരു സുഖം ഉണ്ടാവും ഇത് കഴിച്ചാൽ. അപ്പോൾ ഞാൻ ഈ കോഴിമുട്ടയും കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഈ തവ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാവുമ്പോൾ നല്ല രുചിയും ഉണ്ടാവും. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലായാലും മതി. ഇനി അത് ചൂടായി വരുന്നുണ്ട്, ഞാനിത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് ഒരു വെന്ത് കിട്ടാൻ കുറച്ചൊരു ടൈം എടുക്കും. നമ്മൾ ഒരു 5 മിനിറ്റ് ഒന്ന് നേരിയ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ഭാഗം വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം, മറ്റേ ഭാഗവും ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്ന് തന്നെയാണ് ഈ കുരുമുളകും ചുവന്നുള്ളിയും നല്ല ജീരകവും ഒക്കെ. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകും. ഇത് കഴിച്ചാൽ ഒരു 2-3 ദിവസം തന്നെ കഴിച്ചാൽ നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.